രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് ഈ പണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയസ് ഉണ്ടാവുമ്പോൾ സ്വയം അങ്ങനെ സഹയാർത്ഥികനായിട്ട് നിൽക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രതലമുള്ള സിനിമ എഴുതുകയും ചെയ്യുക. അപ്പൊ എങ്ങനെയാ അതിനെ സ്വന്തം രാഷ്ട്രീയ ദർശനങ്ങളൊന്നും വരാതെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ രാഷ്ട്രീയ ദർശനം വരാതെ ലിമിറ്റ് ചെയ്യുക എന്നുള്ള വലിയ ഇല്യൂഷനാണ്. അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയ ദർശനമൊക്കെ നമ്മളെ ഇതിനകത്തൊക്കെ കടന്നു പോകും. രാഷ്ട്രീയമില്ലെന്ന് പറയുന്നവരെടുക്കുന്ന സിനിമയിലും ഒരു രാഷ്ട്രീയമുണ്ട്. പിണറായി പ്രിയ ഉണ്ടാവും. പിന്നെ അതിനകത്തുള്ള പ്രശ്നം ഈ പിണറായി പ്രിയം പ്രതിച്ഛായലുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിന് പിണറായി വിജയനുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ എൻ്റെ വിദ്യാർത്ഥി കാലം മുതലേ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചും ചിന്തിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ജേർണി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന് നിങ്ങളൊരു മുഖ്യധാര പാർട്ടിയായിട്ടോ ഒരു ബിംബമായിട്ടോ ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അശോകൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നതിന്റെ പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തനം നിലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടായാലും വി.ഡി. സതീശനായിട്ടായാലും രമേശ് ചെന്നിത്തലയായിട്ടായാലും ഗോവിന്ദ മാസ്റ്റർ ആയാലും BJP-യിലെ ഇപ്പോൾ നമ്മളുടെ പടം തുടങ്ങുന്ന ദിവസം കൃഷ്ണദാസ് അവിടെ വന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ഇതിനെ സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എഴുതും. നല്ല കാര്യമല്ലേ അത്? അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാ